നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് ബീർബലിൻ്റെ ഒരു കഥയാണ്. ആദ്യ ബീർബൽ ആരാണ് എന്ന് പരിചയപ്പെടാം. അക്ബർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ പണ്ഡിതരിൽ ഒന്നാമനാണ് ബീർബൽ. അദ്ദേഹം ഒരു സാധു ബ്രാഹ്മണനാണ്. യഥാർത്ഥ പേര് മഹേഷ് ദാസ്. യാദർച്ഛികമായി അക്ബർ മഹാരാജാവിനെ കണ്ടുമുട്ടുകയും മഹേഷ് ദാസിൻ്റെ ബുദ്ധികൂർമ്മതയിൽ സംതൃപ്തനായ അക്ബർ മഹാരാജാവ് അദ്ദേഹത്തെ തൻ്റെ സദസ്യനാക്കുകയും ചെയ്തു. നല്ല ഭരണാധികാരിയാണ്, നല്ല പടയാളിയാണ്, പഴുതുറ്റ ന്യായാധിപനാണ്, സഹൃദയനായ കവിയാണ്. ഈ നിലകളിലെല്ലാം പ്രശസ്തനാണ് ബീർബൽ. അങ്ങനെ പ്രശസ്തനായ ബീർബൽ അക്ബറുടെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായി ഉയർന്നു. അക്ബർ മഹാരാജാവിനെ ഉപദേശിക്കുകയും സഹായിക്കുകയും വിമർശിക്കുകയും തിരുത്തുവാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം ബീർബലിന് അക്ബർ മഹാരാജാവ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. ബ്രഹ്മ എന്ന തൂലികാനാമത്തിലാണ് ബീർബൽ കഥകൾ രചിച്ചത്. ആ മനോഹരമായ കവിതകൾ ഭരത്പൂർ മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ബീർബലിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം മാത്രം. ഇനിയും ബീർബലിൻ്റെ കഥയിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ കഥ കാവ്യനീതി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ കഥയാണ്. വലിയ ധനികനായ ഒരാൾ ആഗ്രയിലുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും അയാൾ ആർക്കും കൊടുക്കത്തില്ല. നൂറുകണക്കിന് ദരിദ്രർ ഈ ധനികൻ്റെ സഹായം പ്രതീക്ഷിച്ച് ധനികൻ്റെ മാളികയിലെത്തിയെങ്കിലും അവരെയെല്ലാം വെറും കൈയോടെ മടക്കി വിടുകയാണ് അദ്ദേഹത്തിൻ്റെ പതിവ്. ഒരിക്കൽ ഒരു പാവപ്പെട്ട സമ്പത്ത് വളരെ കുറവുള്ള ഒരു കവി ആ ധനികൻ്റെ വീട്ടിലെത്തി. കുറേ കവിതകൾ ഈ ധനികനെ ചൊല്ലിക്കേൾപ്പിച്ചു. കവിതകൾ തനിക്കിഷ്ടമായെന്നും പ്രതിഫലത്തിനായി പിറ്റേന്ന് വരണമെന്നും പറഞ്ഞ് ധനികൻ അയാളെ മടക്കി അയച്ചു. പിറ്റേന്ന് ഈ കവി പ്രതീക്ഷയോടെ വീട്ടിലെത്തിയപ്പോൾ ആ ധനികൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചില്ലിക്കാശ് പോലും തരില്ല. അങ്ങനെ തരണമെന്നുണ്ടായിരുന്നെങ്കിൽ കവിതകൾ കേട്ടയുടനെ തരുമായിരുന്നു. നാളെ വരാൻ പറഞ്ഞത് നിങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ മാത്രമാണ്. താൻ വളരെയധികം പരിഹാസ്യനായതായി ആ കവിക്ക് തോന്നി. അപമാനഭാരത്തോടെ തിരിച്ചു നടക്കുമ്പോൾ അദ്ദേഹം ബീർബലിനെ കണ്ടുമുട്ടി. ആ കവി ബീർബലിനോട് ഈ നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു. അവരിരുവരും കൂടി ബീർബലിൻ്റെ സുഹൃത്തായ ഒരാളെ പിന്നീട് ചെന്ന് കണ്ടു. ആ കണ്ട സുഹൃത്തിനോട് ബീർബൽ പറഞ്ഞു, നിങ്ങൾ അടുത്ത ദിവസം ഒരു നല്ല സദ്യ ഒരുക്കണം. അതിലേക്ക് ആ പിശുക്കനായ ധനികനെയും ക്ഷണിക്കണം. സദ്യക്കുള്ള ചെലവിനായി 10 സ്വർണ്ണനാണയങ്ങളും ബീർബൽ അയാൾക്ക് നൽകി. അയാൾ അപ്രകാരം ചെയ്തു. ധനികനെ വിളിക്കുകയും ചെയ്തു. ധനികൻ സമയത്ത് തന്നെ ആ വീട്ടിലെത്തി. ഏറെ സമയം കഴിഞ്ഞിട്ടും സദ്യ കിട്ടാതെ വന്നപ്പോൾ ധനികൻ വീട്ടുടമയോട് അതേക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ആ വീട്ടുടമസ്ഥൻ പറഞ്ഞു, നിങ്ങൾക്ക് സദ്യ തരണമെന്നുണ്ടായിരുന്നെങ്കിൽ എത്രയോ മുമ്പേ എനിക്കതിന് കഴിയുമായിരുന്നു. ഇവിടെ സദ്യ ഒരുക്കിയിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഒരൊറ്റ വറ്റു ചോറ് പോലും നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെ നിങ്ങളെ ക്ഷണിച്ചത് നിങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ മാത്രമാണ്. ഇനി നിങ്ങൾക്ക് പോവാം. ബീർബലിനെയും ആ പാവപ്പെട്ട കവിയെയും അവിടെ കണ്ടതോടെ ധനികന് കാര്യം പിടികിട്ടി. തൻ്റെ ആ പരിഹാസത്തോടെയുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവർത്തിക്ക് തിരിച്ചടിയാണ് ഇതെന്ന് ആ ധനികന് മനസ്സിലായി. ആ ധനികന് ഉടൻ തന്നെ മനമാറ്റമുണ്ടായി. തൻ്റെ കഴുത്തിൽ കിടന്ന മാലയൂരി, ആ സ്വർണ്ണമാലയൂരി ആ കവിക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ ബീർബലിൻ്റെ ബുദ്ധിപൂർവം പിശുക്കനായ ധനികൻ്റെ മനസ്സിന് മാറ്റമുണ്ടാവുകയും ആദരിക്കപ്പെടേണ്ട ആ കവിയെ ആദരിക്കുകയും ചെയ്തു. ഇതാണ് കാവ്യനീതി എന്ന കഥയുടെ ചുരുക്കം. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.